അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന യുദ്ധക്കുറ്റങ്ങളെ അപലപിക്കുവാൻ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്ന് ഇറാൻ. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ ആവശ്യം ശക്തമായി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 37 ദിവസമായി ഇറാനിലെ ജനങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങൾ അരാക്ചി റഷ്യൻ വിദേശകാര്യമന്ത്രിയോട് വിശദീകരിക്കുകയും ചെയ്തു. വ്യവസായ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ജനവാസ മേഖലകൾ കൂടാതെ തന്നെ രാജ്യത്തെ ആണവ ശാസ്ത്ര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഇറാൻ ശക്തമായി അപലപിക്കുകയും ചെയ്തു. ഇത്തരം മനുഷ്യത്വരഹിതമായ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ഒരു ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഈ യുദ്ധക്കുറ്റങ്ങളെ ഔദ്യോഗികമായി അപലപിക്കുവാനും അക്രമികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനും UN രക്ഷാസമിതിയും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അടിയന്തരമായി ഇടപെടണമെന്നും ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന അമേരിക്കയുടെ ഭീഷണി യുദ്ധക്കുറ്റം ചെയ്യുവാനുള്ള അവരുടെ ലജ്ജാശൂന്യമായ തുറന്നു പറച്ചിലാണെന്നും അരാക്ചി കുറ്റപ്പെടുത്തുകയും ചെയ്തു. തങ്ങളുടെ നിയമവിരുദ്ധമായ അജണ്ടകൾ നടപ്പിലാക്കുവാൻ രക്ഷാസമിതിയെ ദുരുപയോഗം ചെയ്യുന്ന അമേരിക്കൻ നീക്കങ്ങളെ തടയുവാൻ മറ്റ് അംഗരാജ്യങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുമുണ്ട്. അതേസമയം തന്നെ ഇറാനു നേരെയുള്ള അമേരിക്കൻ ഇസ്രയേൽ സൈനിക ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കുകയും ചെയ്തു. ബുഷഹർ ആണവ നിലയം ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള നിയമവിരുദ്ധമായ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും സംഘർഷം ഇങ്ങനെ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നതിന് വേണ്ടി നയതന്ത്ര തലത്തിലുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണമെന്നും റഷ്യയും ആവശ്യപ്പെട്ടു. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നീക്കങ്ങൾക്കെതിരെ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെ ശക്തമായ അന്താരാഷ്ട്ര പ്രതിരോധം തീർക്കാനാണ് ഇറാന്റെ ഇപ്പോഴുള്ള നീക്കം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നില്ല എങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ചയോടെ രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ സംയുക്ത ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പും. ഇതിന് പിന്നാലെയാണ് ഇരു വിദേശകാര്യമന്ത്രിമാരും തമ്മിലുള്ള ഈ നിർണായക ഫോൺ സംഭാഷണം നടന്നിരിക്കുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഇപ്പോൾ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്ക, ഇസ്രയേൽ എന്നിവരുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് മാത്രമാണ് വിലക്കുള്ളത് എന്നാണ് ഇറാന്റെ ഔദ്യോഗികമായ വിശദീകരണവും. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ പാതയിലെ നിയന്ത്രണങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഇന്ധന ആവശ്യ സാധന വിലക്കയറ്റത്തിന് കാരണവുമായിട്ടുണ്ട്. ഈ ഏറ്റുമുട്ടൽ ഇങ്ങനെ തുടർന്നു പോയാൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിലേക്ക് ഉയർന്നേക്കാം എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരുടെയും മുന്നറിയിപ്പ്.